ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടുപിടിച്ച ചർച്ചാ വിഷയം ഇ.പി. ജയരാജനാണ്. തിരഞ്ഞെടുപ്പ് ദിനത്തിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന ആത്മകഥ, അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നതല്ല, മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് പ്രധാന ചർച്ചാ വിഷയം. ഈ ആത്മകഥയിൽ CPM-നെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സരിനെയും എല്ലാം പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വിവാദങ്ങൾക്ക് കാരണം. ഇവിടെ പലരും ഇതിനെ ചേർത്ത് വായിക്കുന്നത് ഇ.പി. ജയരാജൻ നടത്തുന്ന ചില രാഷ്ട്രീയ നീക്കങ്ങളുടെ തുടർ നീക്കമായിട്ടാണ്. അതായത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിൽ മാധ്യമങ്ങളോട് അന്ന് BJP-യുടെ സംസ്ഥാനത്തെ പ്രഭാരിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇ.പി. ജയരാജൻ തുറന്നു പറഞ്ഞിരുന്നു. അന്ന് ജയരാജൻ ഇടതുമുന്നണി കൺവീനർ കൂടിയാണ്. തുടർന്ന് ഈ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായി എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഈ നീക്കങ്ങൾ ഇതിലെല്ലാം വിശാലമായ വലിയൊരു ഗൂഢാലോചനയിലെ കേവലം കരുക്കൾ മാത്രമാണെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ആദ്യത്തെ നീക്കം നടന്നത് തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിലാണ്. അവിടെ കേരള പോലീസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരള പോലീസ് തൃശൂർ പൂരം അലങ്കോലമാക്കുകയും ആ സംഘർഷ ഭൂമിയിലേക്ക് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി ഒരു താരപരിവേഷത്തോടുകൂടി കടന്നു വരികയും ചെയ്യുന്നു. അദ്ദേഹം ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നു, ജനവികാരം ഏറ്റെടുക്കുന്നു. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം പൂരം കലങ്ങിയതുകൊണ്ട് മാത്രമല്ല എങ്കിൽ കൂടിയും ആ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചതിൽ പൂരം കലങ്ങിയ സംഭവത്തിനും ചെറുതല്ലാത്ത പങ്കുണ്ട്. തുടർന്നാണ് ഇ.പി. ജയരാജൻ പോളിംഗ് ദിനത്തിൽ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ കാര്യം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഇത് രണ്ടുമല്ല, നേരെ മറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അജണ്ടയുടെ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ചട്ടുകമായി പ്രവർത്തിച്ച സംഭവവും നമുക്ക് മുന്നിലുണ്ട്. ന്യൂഡൽഹിയിൽ വെച്ച്, രാജ്യ തലസ്ഥാനത്ത് വെച്ച്, രാജ്യത്തെ പ്രമുഖ ദേശീയ ദിനപത്രമായ ദ ഹിന്ദുവിന് അദ്ദേഹം ഒരു അഭിമുഖം നൽകുകയാണ്. ആ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ, മുസ്ലിം വിശ്വാസികളെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ ബോധപൂർവം തേജോവധം ചെയ്യുന്ന ചില പരാമർശങ്ങൾ കടന്നുകൂടി. അതായത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടത്തുന്നവരെ പിടിക്കുന്നതെന്നും ഏറ്റവും അധികം കള്ളപ്പണം പിടിക്കുന്നതെന്നും ഈ കള്ളപ്പണവും സ്വർണ്ണക്കടത്തിൽ നിന്ന് ലഭിക്കുന്ന ലാഭവുമെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നെല്ലാം മുഖ്യമന്ത്രി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞതായി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു വരികയാണ്. വിഷയം വിവാദമായപ്പോൾ മുഖ്യമന്ത്രി ഇത് നിഷേധിച്ചു. ഹിന്ദു ഖേദക്കുറിപ്പ് പുറത്തിറക്കി. അവർ പറഞ്ഞിരുന്ന വിശദീകരണം ഇങ്ങനെയാണ്: മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം തരപ്പെടുത്തിയ PR ഏജൻസി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞ് എഴുതി നൽകിയ കാര്യങ്ങളാണ് ഇത്തരത്തിൽ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങൾ. നമ്മൾ നോക്കണം, ഇതൊരു ചെറിയ വിഷയമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെതായി സംഘപരിവാറിന്റെ പ്രചാരണങ്ങൾ എഴുതി ചേർക്കപ്പെട്ടു. പക്ഷേ ഈ വിവാദങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ CPM-ഉം മുഖ്യമന്ത്രിയും കേരളത്തിലെ നിയമ സംവിധാനങ്ങളും ആഗ്രഹിച്ചില്ല. തുടരന്വേഷണം നടന്നില്ല. ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് ചർച്ചകൾ ബോധപൂർവം ഒഴിവാക്കപ്പെട്ടു. സമാനമാണ് പി ജയരാജൻ, കണ്ണൂരിലെ കരുത്തുറ്റ CPM നേതാവ്. അദ്ദേഹം ചൂടുപിടിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇസ്ലാമോഫോബിയ പടർത്തുന്ന രീതിയിൽ ഒരു പുസ്തക രചന നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ആ പുസ്തകം പുറത്തിറക്കിയത്. അവിടെയും ഈ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന ചില പ്രസ്താവനകൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് കേരള സ്റ്റോറീസ് എന്ന സിനിമയിലൊക്കെ പറഞ്ഞ പോലെ തീവ്രവാദത്തിന്റെ വിളനിലമായി കേരളം മാറിയ ചില തിയറികളാണ് ജയരാജൻ തന്റെ പുസ്തകത്തിൽ അവതരിപ്പിച്ചത്. പിന്നീട് നടക്കുന്ന സംഭവമാണ് തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ഇ.പി. ജയരാജന്റേതായി പുറത്തുവരുന്ന ആത്മകഥ, ചോർന്ന് പുറത്തു വരുന്ന ആത്മകഥ. ഇവിടെ DC ബുക്സ് ഈ പുസ്തകം ചോർന്ന് മാധ്യമങ്ങൾക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അതിന്റെ തലേന്ന് തങ്ങൾ ജയരാജന്റെ ആത്മകഥ തിരഞ്ഞെടുപ്പ് ദിവസം പ്രസിദ്ധീകരിക്കുമെന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അറിയിച്ചിരുന്നു. വലിയ പ്രചരണം അതിന് നൽകിയിരുന്നു. എന്നാൽ ജയരാജൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? താൻ DC-യെ അങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടേയില്ല എന്നാണ്. തന്റെ പുസ്തക രചന ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് ചോർന്നു എന്നൊരു ചോദ്യമുണ്ട്. DC-യിൽ നിന്നാകുവാൻ നമ്മളൊരു സാമാന്യ ജനത്തിന്റെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ
അതിന് തീരെ സാധ്യതയില്ല. കാരണം എന്താണ്? ഏകദേശം അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള രാജ്യത്തെ തന്നെ പ്രമുഖ പുസ്തക പ്രസാധകരാണ് DC ബുക്സ്. അവർ മലയാളത്തിൽ മാത്രമല്ല നിരവധി ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷിലുമെല്ലാം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിഖ്യാതരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ DC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരു മുന്നൊരുക്കവുമില്ലാതെ തങ്ങളെ ഏൽപ്പിക്കപ്പെടാത്ത ഫോർമൽ ഒരു കോൺട്രാക്റ്റ് ആകാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ പോകുന്നു എന്ന് DC തന്നെ പരസ്യം ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും DC ബുക്സിന്റെ വിശദീകരണമൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്താണ്? ജയരാജൻ താൻ എഴുതാത്ത കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് താൻ എഴുതിയ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഇല്ല എന്ന് ഒരിടത്തും അദ്ദേഹം പറയുന്നില്ല. ഇവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, അതായത് ചേലക്കരയിലെയോ വയനാട്ടിലെയോ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുവാൻ വേണ്ടി മാത്രം പുറത്തു വന്ന ഒരു പുസ്തകമല്ല അത് എന്നുള്ളതാണ്. പാലക്കാട് വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് 20-ാം തീയതി നടക്കുകയാണ്. അവിടെ പോരാട്ടം നടക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിലാണ്. BJPക്ക് വലിയ വിജയസാധ്യതയുണ്ട് എന്ന് അവർ വിലയിരുത്തുന്ന ഒരു മണ്ഡലമാണ്. അപ്പോ ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നീക്കങ്ങളുടെ ആദ്യ കരുനീക്കമായിട്ട് വേണം ജയരാജന്റെ പുസ്തകത്തെ കാണാൻ. വിശാലമായി ഈ കാര്യങ്ങളെ അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, P ജയരാജൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരെല്ലാം ഏതോ അജണ്ടയുടെ ഭാഗമായി ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ സാധൂകരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിനെതിരെ കേസുണ്ടായപ്പോൾ അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, അവിടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്വകാര്യ മൊബൈൽ ഫോണുകൾ വരെ പിടിച്ചെടുക്കുന്ന സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. സമാനമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നയിച്ച് അതിൽ അക്രമം ഉണ്ടായതിന്റെ പേരിൽ നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തു നിന്നെത്തിയ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തെ അദ്ദേഹത്തിന്റെ പത്തനംതിട്ടയിലെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത സംഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ചട്ടുകമാകുന്ന കേരള പോലീസ് ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ അന്വേഷിക്കുന്നില്ല. CPM ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഈ വിഷയങ്ങളിൽ വളരെ മിനിമലാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിനു പിന്നിൽ കേരളത്തിൽ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത, കേരളം ഇതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള രാഷ്ട്രീയമായ നീക്കങ്ങൾ തന്നെയാണ് എന്ന് നാം വിലയിരുത്തേണ്ടി വരും. ഏതായാലും കോൺഗ്രസിന് അതിനുള്ള ശേഷിയൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പിന്നെ സ്വാഭാവികമായും സംശയനിഴലിൽ നിൽക്കുന്നത് സംഘപരിവാറാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നദ്ദയുടെയും എല്ലാം നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്ന BJP ആണ്. എങ്ങനെ CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ BJPക്ക് വരുതിയിൽ നിർത്താൻ കഴിയും, അല്ലെങ്കിൽ വരുതിയിൽ നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്ന ചോദ്യം. ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണ്, ഓരോ മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം കേരളത്തിന്റെ മതേതരത്വ ഫാബ്രിക്കാണ് ഇവിടെ പരീക്ഷണത്തിന് വിധേയമാകുന്നത്. ഈ പരീക്ഷണം കേരളത്തിൽ വിജയിച്ചാൽ രാജ്യത്തെവിടെയും ഈ പരീക്ഷണം വിജയിക്കും. അങ്ങനെ രാജ്യത്തെല്ലായിടത്തും ഈ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി പരിണമിക്കാൻ, ഒരു മതാധിഷ്ഠിത രാജ്യമായി പരിണമിക്കുവാൻ അധിക കാലങ്ങളൊന്നും വേണ്ടിവരികയില്ല. ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട്, ബാക്കി നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. നന്ദി.